മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് മനുഷ്യ സ്വഭാവങ്ങളിൽ ഏറ്റവും സവിശേഷമായ സ്നേഹം എന്ന സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ബാക്കിയാണ്. സ്നേഹത്തിനെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുന്നത്, സ്നേഹത്തിന് എത്ര തലങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മുമ്പ് പലപ്പോഴും പറയുന്ന പോലെ പറയാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളല്ല. എന്നിട്ടും നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ മറ്റൊരു വിഷയം, സ്നേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയം ഈശ്വരനും സ്നേഹവും എന്നാണ്. എന്തുമാത്രം ഈ സ്നേഹമെന്ന മനുഷ്യ സ്വഭാവം ഈശ്വരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. സർവശക്തനും സർവവ്യാപിയുമായ ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവനും. എല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാകുന്നു. ഈശ്വര സത്ത, ഈശ്വരൻ സ്വയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ രണ്ട് പ്രധാന ഭാവങ്ങളിലാണ്. നമ്മൾ കരുതുന്ന പോലെ നമ്മുടെ രൂപത്തിൽ അല്ല ഈശ്വരൻ ഇരിക്കുന്നത്. നമ്മുടെ രൂപവും ഈ മനുഷ്യരൂപവും ഈശ്വരൻ എടുക്കും എന്നുള്ളതാണ് അവതാരങ്ങൾ നമ്മൾ കാണുന്നത്. ഈശ്വരന് പ്രത്യേകിച്ച് രൂപമില്ല. ഈശ്വരന്റെ സത്ത, ഈശ്വരൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, സ്വയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹവും സത്യവും ചേർന്നിട്ടാണ്. നമ്മൾ ഈ രണ്ട് വാക്കും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ്, അർത്ഥമൊന്നും അറിയുന്നില്ല. സത്യമാണ് ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരൻ. അപ്പോ സ്നേഹം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ഈശ്വരന്റെ പര്യായ പദമാണ്. ഈശ്വരൻ സ്വയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സ്നേഹമാണ്. അപ്പൊ എന്തുമാത്രം ഈശ്വരനും സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് ഇനി അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. കാരണം ഈശ്വരൻ തന്നെ സ്വയം സ്നേഹമാണ്. എല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ സ്വാഭാവികമായും എല്ലാ സൃഷ്ടികളെയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്താലാണ്. സ്നേഹമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. സ്നേഹത്താൽ നിർമ്മിതമാണ് സർവ്വതും എന്നതിനാൽ ഈശ്വരനിൽ നിന്നാണ് സ്നേഹം ഉത്ഭവിക്കുന്നത്. അല്ലാതെ നമ്മൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹമൊക്കെ എവിടെ കിടക്കുന്നു നോക്കൂ. സ്നേഹം ആരംഭിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ്. ഈശ്വരൻ സ്നേഹമാണ്. ലവ് ഈസ് ഗോഡ്. എല്ലാ മതങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുമാത്രം വളരെ ഉന്നതമായ ഒരു ഭാവമാണ് സ്നേഹമെന്ന് മനസ്സിലാക്കൂ. എല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഈശ്വരൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളും നിറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. സ്നേഹം ഊർജമായി സർവജീവജാലങ്ങളിലൂടെയും ഒഴുകുന്നു. നമ്മളുടെ ജനനം തന്നെ സ്നേഹം കൊണ്ടാണ്. നമ്മളിലൂടെ സർവജീവജാലങ്ങളിലൂടെ സ്നേഹം ഊർജമായി ഒഴുകുന്നു. നമ്മൾ കരുതുന്നത് പോലെ അത് മനുഷ്യനുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വികാരമല്ല. ശരിക്കും അത് ഈശ്വരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വികാരമാണ് സ്നേഹം. സ്നേഹത്തിന് 2-3 തലങ്ങളുള്ളത് വിശദമായി നമ്മൾ മുമ്പ് പറഞ്ഞു. അതിലൊന്ന് മൃഗതലം. വലിയ ഈശ്വരനുമായി വലിയ ബന്ധം വരുന്നില്ല, ബന്ധമില്ലെന്നല്ല, പക്ഷെ മൃഗതലം, അതായത് നമ്മുടെയൊക്കെ സ്നേഹം, കാര്യസാധ്യത്തിനുള്ള താഴ്ന്ന സ്നേഹം. പിന്നെ മനുഷ്യ സ്നേഹം കുറച്ചുകൂടെ ഉയർന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ദിവ്യ സ്നേഹം, അത് മനുഷ്യനിൽ തന്നെ ഉണ്ടാവും. ഉന്നതമായ
സ്വാർത്ഥതയില്ലാത്ത ആത്മാർത്ഥതയുള്ള ആത്മസ്നേഹം. അപ്പൊ അങ്ങനെ സ്നേഹം മുകളിലോട്ട് പോയി ഒടുവിൽ അത് അവസാനിക്കുന്നത് ഈശ്വരനിലാണ്. താഴോട്ട് വന്നാൽ അത് മൃഗത്തിൽ അവസാനിക്കുന്നു, മുകളിലോട്ട് പോയാൽ അത് ഈശ്വരനിൽ അവസാനിക്കുന്നു. നമ്മളെല്ലാവരും ആരംഭിക്കുന്നത് സ്നേഹത്താലാണ്. ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്നു എന്നതിനാൽ സർവ ജീവജാലങ്ങളിലും സ്നേഹം നിറഞ്ഞിരിക്കുന്നു. നമുക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. നമ്മൾ ജന്മനാൽ സ്നേഹം നിറഞ്ഞാണ് ജനിക്കുന്നത്. സർവ ജീവജാലങ്ങളും ജന്മനാൽ സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് ദൈവികമായതിനാൽ എല്ലാ ജീവികളും വാസ്തവത്തിൽ ദിവ്യത്വം നിറഞ്ഞതാകുന്നു. നമ്മൾ ഉൾപ്പെടെ സർവ മനുഷ്യരും സർവ ജീവജാലങ്ങളും സ്നേഹത്താൽ നിർമ്മിതമാണ്, ദിവ്യമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇല്ലാത്ത, സ്നേഹമില്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. എന്തുമാത്രം പ്രാധാന്യമാണ് സ്നേഹത്തിനുള്ളത് എന്ന് മനസ്സിലാക്കൂ. സ്നേഹമാണ് അഖിലഹാരമൂഴിയിൽ എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞു. വളരെ പ്രശസ്തനായ മലയാള കവിയുടെ ഒരു കവിതയിലുള്ള വാക്കാണ്, നളിനി എന്ന കവിതയിൽ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ഈ പ്രപഞ്ചത്തിന്റെ അഖില സാരവും എല്ലാ അർത്ഥവും സ്നേഹമാണ്. എല്ലാ ജീവജാലങ്ങളും ഈശ്വരനിൽ നിന്ന് ആരംഭിക്കുന്നു, എല്ലാം സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോലും ഇല്ല, ഉള്ളത് ഈശ്വരനും സ്നേഹവുമാണ്. ഈ അസ്തിത്വം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും സ്നേഹത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമാണ് വാസ്തവത്തിൽ നിലവിലുള്ളത്. ഈശ്വരനാണുള്ളത് എന്ന് പറയുന്നത് പോലെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഇനി ഇതിന് കൂടെ ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, സത്യം എന്നൊരു വാക്കൂടെ പറഞ്ഞു. നമുക്ക് സത്യത്തിനെ കുറിച്ച് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം അത് വേറെ പറയേണ്ടി വരും. എന്തുമാത്രം പ്രാധാന്യം സത്യത്തിനുണ്ട് എന്ന് അപ്പോഴാണ് നമ്മളൊക്കെ മനസ്സിലാവുക. സത്യമേ പറയാവുള്ളൂ എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. നമ്മളാണെങ്കിൽ അസത്യത്തിൽ ജീവിക്കുന്നവരാണ്. സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അസത്യം മാത്രം പ്രവർത്തിക്കുന്നവരാണ് നമ്മളുടെ ബഹുഭൂരിപക്ഷം പേരും. അതിന്റെ ഗുണമാണ് നമുക്ക് കിട്ടുന്നതും. അതുപോലെ സ്നേഹം അതുപോലെ മറ്റൊന്ന്. നമ്മളിപ്പോ സത്യത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അപാരമായ ശക്തിവിശേഷമുള്ള പ്രപഞ്ച ഊർജമാണ് സ്നേഹം. അത് ഈശ്വരനിൽ നിന്നാണ് ഉത്ഭവിച്ച് ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ പ്രകാശമാണ്, ഈശ്വരൻ സത്യമാണ്, ഈശ്വരൻ സ്നേഹമാണ്. ഈശ്വരനിൽ നിന്നാണ് സ്നേഹം നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈശ്വരന്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു കുറച്ച് സ്നേഹമുള്ളത്. സ്നേഹമില്ലാത്ത ഒരു ദുഷ്ടനും ഈ ഭൂമിയിൽ കാണില്ല. ദുഷ്ടത അയാളുടെ പ്രധാന സ്വഭാവമായിരിക്കുമെങ്കിലും അയാൾക്ക് അയാളുടെ ഭാര്യയോടും മക്കളോടെങ്കിലും സ്നേഹം കാണും. എന്തെങ്കിലും കുറച്ച് സ്നേഹമില്ലാത്ത ഒരു ജീവിയും ഈ ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് ഈശ്വരനിൽ നിന്നുള്ള ഊർജ പ്രവാഹമാണ്. നമ്മളെല്ലാം സ്നേഹമെന്ന ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ സ്നേഹത്തിന്റെ 3 തലങ്ങളിൽ മൃഗതല സ്നേഹത്തിൽ നിന്നാണ് നമ്മളുടെ ജനനം പോലും. ആ ഭാഗം കൂടുതൽ പറയുന്നില്ല എന്നേ ഉള്ളൂ. മൃഗതല സ്നേഹമാണ് നമുക്കാകെ അറിയുന്ന സ്നേഹം. കാരണം നമ്മളൊരു മൃഗവുമായി അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ്. കണ്ടാൽ പലരെയും കണ്ടാൽ മനുഷ്യരെ പോലിരിക്കും. നമ്മുടെ സ്വഭാവം മൃഗീയമാണ്. അപ്പൊ അതുകൊണ്ട് മൃഗതല സ്നേഹമാണ് നമ്മുടെ ജനനം പോലുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ വളർത്തിക്കൊണ്ടുവരാനാണ്, അത് മനുഷ്യ സ്നേഹമാക്കി മാറ്റി അതിനെ ഈശ്വര സ്നേഹമാക്കി മാറ്റാനാണ് നമുക്ക് ഭൂമിയിൽ ജന്മം തന്നിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മളിവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കറിയാലോ. അങ്ങനെ ഈശ്വര സ്നേഹമാക്കി മാറ്റാൻ ആണ് നമുക്ക് ഈശ്വരൻ ജന്മം തന്നിരിക്കുന്നത്. ഭൂമിയിൽ മാത്രമല്ല, എല്ലാ ആത്മലോകങ്ങളിലും സ്നേഹം ഊർജമായി പ്രവഹിക്കുന്നു.
അത് മനസ്സിലാക്കണം. നല്ല പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ മനുഷ്യരൂപത്തിൽ നമുക്ക് മാത്രമല്ല ഈ സ്നേഹമുള്ളതും വെറുപ്പുള്ളതും ഒക്കെ. സ്നേഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, ഇവരും പറയുന്നുണ്ട്. നമുക്ക് മാത്രമല്ല ഈ വികാരം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളോടൊപ്പം സ്നേഹം കൂടെ വരും. നമ്മുടെ എന്ത് സ്വഭാവങ്ങളുണ്ടോ അത് നമ്മളെ കൂടെ സ്വഭാവമായി തീരും. അടുത്ത ജന്മത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ആത്മലോകങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ പ്രധാനമായും നമ്മൾ കണ്ടെത്തുന്നത് സ്നേഹത്തെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ആത്മാവിൽ സ്നേഹം നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ഭൂമിയിൽ മാത്രമല്ല ആത്മലോകങ്ങളിലും സ്നേഹ ഊർജം പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മളിൽ നിന്നും സ്നേഹം ഇല്ലാതാവില്ല. പിന്നൊരു ചോദ്യം, ഈ സ്നേഹം പിന്നെ എവിടെ പോകുന്നു എന്നാണ്. ഇത്രയും വലിയ കൊടും ക്രൂരതകൾ മനുഷ്യൻ ചെയ്യുന്ന ആൾക്കാരിൽ എന്തുകൊണ്ട് സ്നേഹം ഇല്ലാതെ വരുന്നു എന്ന് ചോദിച്ചാൽ, സ്നേഹം അകത്തിരിക്കുകയാണ്. നമ്മുടെ തെറ്റായ താല്പര്യങ്ങളും തെറ്റായ ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ നമ്മൾ അതിനെ മൂടി വെച്ചിരിക്കുകയാണ്. നമുക്കറിയില്ല. എന്നിട്ട് നമ്മൾ സ്നേഹം അഭിനയിക്കുകയാണ്. സ്നേഹം അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. വേറെ വിഷയങ്ങൾ വരുന്നുണ്ട്. ഈ സ്നേഹം തീരാൻ കുറെ സമയമെടുക്കും. സ്നേഹത്തിന് കുറെ പാർട്ടുകളുണ്ട്. അതിൽ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മനുഷ്യർ തമ്മിൽ മാത്രമല്ല ആത്മലോകങ്ങളിലെ ആത്മാക്കൾ തമ്മിലും സ്നേഹത്താൽ ആന്തരികമായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും പരസ്പരം സ്നേഹത്താൽ ബന്ധിതരാണ്. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റും നമ്മളിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മളിലുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി സ്നേഹത്താൽ ബന്ധിതരാണ്. എല്ലാ മൃഗങ്ങൾ അവരുടെ കുട്ടികളെയൊക്കെ പാലിക്കുന്നത് നോക്കുമ്പോൾ അറിയാം. പക്ഷികളായാലും ഏത് മൃഗമായാലും എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും മാത്രമല്ല, നമ്മളിവിടെ നിന്ന് മരിച്ചിട്ട് ആത്മാക്കളായി കഴിയുമ്പോൾ ആത്മാക്കൾ തമ്മിലും സ്നേഹത്താൽ ബന്ധിതരാണ്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ മരിച്ചിട്ട് അവർ ആത്മാവായി കഴിയുമ്പോൾ അവര് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. നമ്മൾ ശരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നത്. കാരണം സ്നേഹമായി തീരും നമ്മുടെ ആത്മാവ്. നമ്മൾ ഭൂമിയിൽ എങ്ങനെ എന്ത് ശീലിക്കുന്നോ അതായി മാറും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട്. അപ്പോ ഈ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ പാശം, ആ ബന്ധനം ഒരിക്കലും ഇല്ലാതാവില്ല. സ്നേഹത്താൽ എല്ലാവരും ബന്ധിതരാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഗ്രൂപ്പ് സോളുകളും ഗ്രൂപ്പ് സോൾമേറ്റുകളൊക്കെ ഉണ്ടാവുന്നത്. ഗ്രൂപ്പ് സോൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് സഹപ്രവർത്തകരായി ജീവിക്കുന്ന ആൾക്കാര് വീണ്ടും വീണ്ടും ഒരുമിച്ച് ജനിക്കും. അതാണ് ഗ്രൂപ്പ് സോളുകൾ. ബന്ധുക്കളും അല്ലെങ്കിൽ അടുത്ത പരിചയക്കാര്, അയൽവാസികള്, ഒരേ സ്ഥലത്തൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വീണ്ടും വീണ്ടും ഒരുമിച്ച് ജനിക്കാൻ കാരണം അവർ സ്നേഹത്താൽ ബന്ധിതരാണ്. കഴിഞ്ഞ ജന്മത്തിലെ സ്നേഹിതർ ഭൂമിയിൽ ചിലപ്പോൾ ശത്രുക്കളായി മാറും. ഇവിടുത്തെ ശത്രുക്കള് ആത്മലോകത്ത് പോയി മിത്രങ്ങളായി തീരും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുമൊക്കെ വരും. ബന്ധങ്ങളെല്ലാം മറിയും. അങ്ങനെ സോളുകൾ എപ്പോഴും ആവർത്തിച്ച് ജനിക്കും. അത് പരസ്പരം പഠിപ്പിച്ച് സഹായിച്ച് സഹകരിച്ച് മുന്നേറാനാണ്. നമ്മളതൊക്കെ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ യുഗങ്ങളായി, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മളെല്ലാവരും പരസ്പരം സ്നേഹത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ മുൻ ജന്മബന്ധമില്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു ജീവിയെയും കണ്ടുമുട്ടില്ല എന്ന്. ഒരു നായയാവട്ടെ, പന്നിയാവട്ടെ, മനുഷ്യനാവട്ടെ, നമ്മൾ ആരെ കണ്ടുമുട്ടുന്നോ, ആരുമായി ബന്ധപ്പെടേണ്ടി വരുന്നോ അവരെല്ലാവരും നമ്മൾ മുൻ ജന്മത്തിൽ പരിചയവും ബന്ധവും ഉള്ളവരാണെന്നാണ്. അങ്ങനെ അല്ലാത്ത ആരെയും നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് വ്യക്തമായി ഭഗവാൻ പറഞ്ഞത് ഇതിന്റെ അർത്ഥത്തിലാണ്. നൂറ്റാണ്ടുകളായി, ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ആത്മാക്കളായി ജീവിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മനുഷ്യരൂപത്തിൽ വന്നു. 10, 50, 60, 70 വർഷം കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറെ പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിച്ചാൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. കുറച്ച് കാര്യങ്ങൾ അതിൽ തെറ്റും ശരിയും നോക്കി കുറെയൊക്കെ നമുക്ക് നിൽക്കാം. പക്ഷെ നമുക്കൊന്നും ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. എനിക്കത് വയ്യ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ മുൻജന്മ കർമ്മ പാശത്താൽ ബന്ധിതരാണ്. അതുമായി ബന്ധപ്പെട്ട് കുറെ പ്രവർത്തികൾ പൂർത്തിയാക്കാനായിട്ട് ഇപ്പൊ ജന്മം എടുത്തതാ.
അതിന്റെ കൂടെ നമ്മുടെ മുൻ ജന്മങ്ങളിലുള്ള ആൾക്കാർ പല രൂപങ്ങളിൽ ജന്മം എടുക്കുന്നു. അവർ അവരുടെ റോള് വഹിക്കുന്നു, പങ്ക് വഹിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഈശ്വരൻ നോക്കുന്നു. മനസ്സിലാക്കണം. നമ്മുടെ ശത്രുക്കളെന്ന് ഭൂമിയിൽ നമ്മൾ പറയുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കുള്ള പരീക്ഷ. അതനുസരിച്ചിട്ടാണ് നമ്മളുടെ പ്രൊമോഷൻ. നമ്മൾ തിരിച്ചു പോയി ഏത് ലോകത്ത്, അത് ഒരിക്കൽ നമ്മൾ പറഞ്ഞതാ, ഏത് ലോകത്ത് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രവൃത്തി എന്താണെന്ന് നോക്കിയിട്ടാണ്. അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. സ്നേഹം നമ്മളുടെ അടിസ്ഥാനമായ സ്വഭാവമാണ്. സ്നേഹത്താൽ ഭൂമിയിൽ ജീവിക്കുന്നു. മരിച്ചതിനു ശേഷം ആത്മാവ് സ്നേഹവുമായി ചേരുന്നു. ആത്മലോകത്ത് പോയി സ്നേഹത്താൽ ജീവിക്കുന്നു. വീണ്ടും അവിടുന്ന് ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ സ്നേഹത്താൽ ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളിൽ നിന്നും സ്നേഹം ഇല്ലാതാവില്ല. സ്നേഹം നമ്മളിൽ നിന്നും ഒരിക്കലും എടുത്ത് മാറ്റപ്പെടില്ല. ആത്മാവ് ഉണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്നേഹത്തിന് പ്രധാനപ്പെട്ട വാക്ക് ഉപയോഗിക്കുന്നത് ആത്മസ്നേഹം. മറ്റെല്ലാ സ്നേഹങ്ങളെക്കാൾ ഉയർന്നതാണ് ആത്മസ്നേഹം, ആത്മാർത്ഥ സ്നേഹം. അത് പക്ഷേ മനുഷ്യന്റെ ഉയർന്ന ഭാവത്തിൽ എത്തുന്നവർക്കേ അത് പറ്റുള്ളൂ. അങ്ങനെ ആത്മാർത്ഥമായ ആത്മസ്നേഹം ഉള്ളവരുടെ പ്രത്യേകത എന്തെന്ന് നമ്മൾ താഴോട്ട് പറയും. സ്നേഹമായ ഈശ്വരൻ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ആത്മാക്കളെയും മനുഷ്യരെയും മറ്റു ജീവികളെയും സൃഷ്ടിച്ചിരിക്കുന്നു. സ്നേഹം പഠിക്കാൻ, സ്നേഹിച്ച് ജീവിക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അവരെ സഹായിക്കാൻ, അങ്ങനെ നമ്മൾ ആത്മീയമായി ഉയരാനാണ് നമ്മളെ ഇങ്ങനെ ഭൂമിയിലോട്ട് വിടുന്നത്. നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങിച്ചു വരുന്നതാ. അതൊക്കെ ഒരിക്കൽ പറഞ്ഞു, ഇനിയും പറയും.